നമസ്കാരം. ഇറാന്റെ നേതൃത്വത്തിലുള്ള സായുധ ഗ്രൂപ്പുകൾക്കും അവരുടെ കമാൻഡർമാർക്കുമെതിരെ കടുത്ത മുന്നറിയിപ്പുമായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ഇറാന്റെ ഭീകര അച്ചുതണ്ടിന്റെ നേതാക്കൾ ഒരേ വിധി പങ്കിടുന്നുവെന്ന തലക്കെട്ടോടെ ഇസ്രായേൽ സൈന്യം വധിച്ച പ്രമുഖ നേതാക്കളുടെ ചിത്രങ്ങൾ അടക്കം പങ്കുവച്ചുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇറാന്റെ ഭീകര ശൃംഖലയുടെ വിധി ഒന്നു തന്നെ എന്നും ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്നവർക്ക് വരാനിരിക്കുന്ന തിരിച്ചടിയുടെ സൂചനയാണെന്നും IDF പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നു. ഇസ്രായേലിനെതിരെ തീവ്രവാദ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തവരെ ഒന്നിനു പുറകെ ഒന്നായി തീർത്ത ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വധിച്ച ആളുകളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. IDF പുറത്തുവിട്ട ചിത്രങ്ങളിൽ ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖൊമേനി, ഹമാസ് നേതാവ് യഹ്യ സിൻവർ, ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള എന്നിവരെ പ്രധാനികളായി ചിത്രീകരിച്ചിരിക്കുന്നു. ഇവരെ കൂടാതെ ഇറാനിലെ മറ്റു പ്രാദേശിക ഗ്രൂപ്പുകളിലെയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും പട്ടികയിലുണ്ട്. പട്ടികയിലെ പ്രമുഖർ ഇവരൊക്കെ ഇറാനിയൻ സൈനിക നേതൃത്വത്തിൽ IRGC തലവൻ ഹുസൈൻ സലാമി, ചീഫ് ഓഫ് സ്റ്റാഫ് അബ്ദുൽ റഹീം മുസവി, ഖുദ്സ് ഫോഴ്സ് കമാൻഡർ ഹുസൈൻ മഹദവി തുടങ്ങിയ പ്രമുഖ സൈനിക ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങൾ ഉണ്ട്. ഹമാസ്, ഹിസ്ബുള്ള കമാൻഡർമാരുമുണ്ട്. ഹമാസ് സൈനിക വിഭാഗം തലവൻ മുഹമ്മദ് ദൈഹ്, ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർമാരായ ഫുവാദ് ഷുഖർ, ഇബ്രാഹിം അഖീൽ എന്നിവരെയും ചിത്രത്തിൽ കാണാം. ഹൂത്തി സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അൽ ഗമാരിയും IDFന്റെ പുറത്തുവിട്ട പട്ടികയിലുണ്ട്. എന്തായാലും മേഖലയിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ പരസ്യമായ വെല്ലുവിളി അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. ഏതായാലും ഇറാനിലെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിൽ ശേഷം ഇസ്രായേൽ എന്തായാലും അവരുടെ ആക്രമണം കടുപ്പിക്കുക തന്നെയാണ്. ഇനിയും ഇസ്രായേലിനോട് കളിച്ചാൽ അതിൻ്റെ ഫലം മരണമായിരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. അയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമി ആരെന്ന ചോദ്യത്തിനും ഉത്തരമായിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മകൻ മുജ്തബ ഖമേനിയെ രാജ്യത്തിന്റെ പുതിയ പരമോന്നത നേതാവായി ഇറാന്റെ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് തെരഞ്ഞെടുത്തതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 28 നടന്ന US ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ ഖമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മകനെ തെരഞ്ഞെടുക്കാനുള്ള നിർണായക തീരുമാനം. ഇറാനിലെ ശക്തമായ സൈനിക വിഭാഗമായ ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് മുജ്തബയെ പിൻഗാമിയായി തെരഞ്ഞെടുത്തതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മേഖലയിൽ US ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ സുരക്ഷാ കാര്യങ്ങൾ അതീവ ജാഗ്രത പുലർത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. അലി ഖമേനിയുടെ രണ്ടാമത്തെ മകളാണ് മുജ്തബ. മുജ്തബയ്ക്ക് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ ശക്തമായ പിന്തുണയുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. സംഘടനയാണ് മുജ്തബയെ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കാൻ സമ്മർദ്ദം ചെലുത്തിയത്. IRGCയുടെ കമാൻഡർ ഇൻ ചീഫ് കൂടിയാണ് മുജ്തബ. അതേസമയം ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാരം മഷാദിൽ നടക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇറാനിലെ പ്രധാന നഗരവും ഖമേനിയുടെ ജന്മസ്ഥലവുമാണ് മഷാദ്. ഖമേനിയുടെ പിതാവ് ജവാദ് ഖമേനിയെ മഷാദിലെ ഇമാം റിസ പള്ളിയിലാണ് സംസ്കരിച്ചിരിക്കുന്നതിനാൽ അവിടെ തന്നെയായിരിക്കും ഖമേനിയുടെ സംസ്കാരം എന്നാണ് സൂചന. ഇറാനിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയുണ്ട്. പക്ഷേ തങ്ങളുടെ കൈവശം ഇനിയും ആയുധങ്ങളുണ്ട് എന്നും ആർക്കും പ്രതീക്ഷിക്കാനാവാത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും.